ഹലോ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ കുറച്ച് ചീരകൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിരുന്നുകൊണ്ട് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് വെച്ചതാണ് കേട്ടോ, ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കുറച്ച് ക്ലീനിങ് പരിപാടിയിലിരുന്ന് സ്പൂണൊക്കെ വയ്ക്കുന്ന ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ തുടച്ചു. ഫുൾ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം ഒറ്റയ്ക്കാവുന്ന സമയത്ത് ക്യാമറ ഇതൊക്കെ കൂടെ പിടിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി, പിന്നെ ഇത് വെക്കുന്ന സ്ഥലമൊക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മിക്ക ഫ്രൈഡേയ്സും ചെയ്യാറുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇവിടെ കൂറ ഉണ്ടാവും കേട്ടോ, ചെറിയ ചെറിയ. അപ്പം നമ്മൾ എന്തായാലും വൃത്തിയാക്കണം. പിന്നെ ഇതാ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴത്തെ സെക്ഷനിലാട്ടോ വെക്കാറ്. പിന്നെ ഇതാ ബാക്കി പാത്രങ്ങളൊക്കെ വെക്കുന്നതിൽ അവിടെയൊക്കെ തുടച്ച് എല്ലാ പാത്രങ്ങളിലൊക്കെ അതിനകത്തേക്ക് വെച്ചു. അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ രാവിലെ മുട്ട എടുത്തതിൻ്റെ ഒരു കോലാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഈ മുട്ടയൊക്കെ ആ ട്രെയിൽ നിന്ന് മാറ്റി ഞാൻ വേറൊരു ബോക്സിലേക്ക് ആക്കി ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചു. കാരണം അതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് സ്മെല്ലൊക്കെ വരും. അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല, പുറത്ത് തന്നെ വെക്കുക ചെയ്യാറ് കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് ഒക്കെ ഒരു ബോക്സിലാക്കി അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു, അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കാൻ വിചാരിച്ചു. എനിക്ക് ഉപ്പിലിടാനും അതുപോലെ തന്നെ തേൻ നെല്ലിക്ക ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ കണ്ടേരെ വാങ്ങിച്ചതാണ്, ഏട്ടങ്ങനെ പറഞ്ഞതാണ് തേൻ നെല്ലിക്ക ഒന്ന് ആക്കി നോക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ അതൊക്കെ പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ച് തുടച്ച് മീൻസ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്, ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേനൊക്കെ ഒഴിച്ച് നമ്മൾ ഈ നെല്ലിക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള തേൻ ഇത് ഒറിജിനലാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല, തേനാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ കുപ്പിയിലേക്ക് തേനൊക്കെ ഒഴിച്ച് നെല്ലിക്കൊക്കെ ഇട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ കുപ്പിയാണ്, അപ്പോൾ കുറച്ച് നെല്ലിക്കേ കൊണ്ടിട്ടുള്ളൂ. പിന്നെയാണ് ഞാൻ വേറൊരു ഗ്ലാസ് ജാറ് കണ്ടത് കേട്ടോ. അങ്ങനെ ഇതിൽ കൊള്ളുന്നൊരു 5 എണ്ണം കൊണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ തേനിലിട്ട് വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ വേറെ പാത്രത്തിൽ നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് പോവുകയാണേ. പച്ചമുളകും ഒക്കെ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നോർമലി നമ്മൾ ഉപ്പിലിടുന്ന പോലെ തന്നെ നെല്ലിക്കൊക്കെ ഇട്ടു. ഇളം ചൂടുവെള്ളം ഉണ്ടല്ലോ അതും ഒഴിച്ചു. കുറച്ച് സുറുക്കിയൊക്കെ ഒഴിച്ചിട്ട്, സുറുക്കി എൻ്റെ കുറച്ചേ ഉള്ളായിരുന്നു, അപ്പോൾ ഉള്ളത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ബാലൻസ് കുറച്ച് നെല്ലിക്കും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ വേറൊരു കുപ്പിയിലും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കുപ്പിയിൽ ഉപ്പിലിട്ട നെല്ലിക്കും അതുപോലെ തന്നെ ഒരു ബോട്ടിലിൽ തേൻ നെല്ലിക്കാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഇടാം കേട്ടോ. പിന്നെ ഞാൻ ഡോറ് തുറന്നിട്ട് കൊറിഡോറിലേക്ക് പോവാണ്, നമ്മളെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ മുട്ടേൻ്റെ ആ ട്രേ ഉണ്ടല്ലോ, അതിപ്പോൾ തന്നെ കളയണം, ഇല്ലെങ്കിൽ പിന്നെ അത് സ്മെല്ല് വരും. അതുകൊണ്ട് ഞാൻ ഗാർബേജ് റൂമിൽ പോയിട്ട് വേസ്റ്റ് കളയാണ് കേട്ടോ. ഇത് കൊറിഡോറാണ്, അവിടെ തന്നെ ഉണ്ടാവും ഗാർബേജ് റൂം, ഗ്യാസ് റൂം, അതുപോലെ തന്നെ വാട്ടർ മീറ്റർ റൂമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് തുറന്നിട്ടാണ് വേസ്റ്റ് കളയാൻ. അപ്പം വേസ്റ്റ് കളയാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, നാട്ടിലെ പോലെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ പോലെ ഓരോരോ റൂമായിരിക്കും. 1105 ഞങ്ങൾ. പിന്നെ ചീര അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, കട പൊട്ടിച്ച് സാധാരണ നമ്മൾ ചീര ഉപ്പേരി വയ്ക്കുന്ന പോലെ തന്നെ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തു. പിന്നെ അതിലേക്ക് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്ത് നോക്കി. നമ്മൾ മുരിങ്ങേൻ്റെ ഇലയിൽ ചെയ്യൂലേ, ഇതിൽ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. തേങ്ങ ഇടാത്ത കാരണം സാൻഡ്വിച്ച് അത് ഇഷ്ടമല്ല, ഉള്ളി ഇടുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ പിന്നെ വെറുതെ അതൊന്നും ഇടണ്ടല്ലോ വിചാരിച്ചു ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കോഴിമുട്ട പൊട്ടിച്ച് വെച്ചൊന്നും മൂപ്പത്തിക്ക് ഇഷ്ടമായിട്ടില്ല, അവൾ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഗ്രേപ്സ് അവൾക്ക് കൊടുത്തു. പിന്നെ ഞാൻ വെള്ളം ജാറിൽ മീൻസ് ഞങ്ങൾ വെള്ളം കുടിക്കുന്ന ജഗ്ഗിൽ വെള്ളം കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നിറയ്ക്കുകയാണ്. പിന്നെ ഇതാണ് കേട്ടോ, എന്താണ് സ്ലൈം. അവളതിലിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, നന്നായിട്ട് കളിക്കട്ടോ അതിൽ. അപ്പം കുറേ സമയം അതിൽ തന്നെ എൻഗേജ്ഡായിട്ട് കളിച്ചോളും, ആളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോളും. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അടിച്ചൊക്കെ വാരാണ്, തുടയ്ക്കലൊക്കെ ഇന്നലെ കഴിഞ്ഞു.
അപ്പോൾ ഇതാ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാത്റൂമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ അതാ പുറത്തേക്ക് പോയി. എന്താ നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാൻവിക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാ പുറത്തേക്കൊക്കെ ഇറങ്ങി. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. ഏകദേശം ഒരു 3 മണി 3:30 ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത്. ഇവിടെ വെയിൽ പോകണമെങ്കിൽ കുറച്ചധികം സമയം കഴിയും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിലാണ്. കുറച്ച് പച്ചക്കറി വീക്കെൻഡിലാണ് കേട്ടോ സാധനം വാങ്ങാൻ വേണ്ടി പോവുക. നിങ്ങൾ ആ ബാഗ് കണ്ടില്ലായിരുന്നോ? അങ്ങനത്തെ ബാഗൊക്കെയാണ് ഇവിടെ അധികം സാധനം വാങ്ങാനൊക്കെ കൊണ്ടുപോവുക കേട്ടോ. അത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ബാഗ് തന്നെയാണ്. കാരണം പ്ലാസ്റ്റിക് കവർ ഇവിടെ പൈസ കൊടുക്കണം, നമ്മൾ വാങ്ങിക്കുന്നതനുസരിച്ച് പൈസ കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് അവർ പൈസ ആക്കിയത്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ. പിന്നെ അതാ പച്ചക്കറി, പിന്നെ മീൻ നോക്കി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ വാങ്ങിച്ചു. മീൻ അത്ര നന്നില്ല. പിന്നെ അതാ സാൻഡ്വിച്ച് ഇതാ അവിടെ നിന്ന് കുറച്ച് സമയം ഓടി കളിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റൂമിലേക്ക് തന്നെ കയറിപ്പോയി. അവിടെ ഇന്ന് കുട്ടികൾക്ക് വെക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അവിടെ ഫുള്ള് മക്കൾ തന്നെ ആയിരിക്കും. പിന്നെ അത് നമ്മൾ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് ഇനി ഇതെല്ലാം ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇതൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കണം കേട്ടോ. വെളിച്ചെണ്ണയും മമ്പയറും മത്തനും അങ്ങനെ ഇത് സേമിയ കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ബ്രെഡ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി പോന്നു. ചിക്കനും വാങ്ങി കേട്ടോ. അങ്ങനെ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കാരണം വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതിനെ കൊണ്ട് ഇതൊക്കെ തന്നെ വീഡിയോസായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.